കണ്ണ് തുറന്നെന്ത് ചെയ്യുക, ജീവിക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോ ഞാനിപ്പോ കൈയടിക്കുന്ന ഒരു എക്സ്പീരിയൻസിലേക്ക് തിരിച്ചു വരികയാണ്. നമുക്ക് താളത്തിൽ കൈയടിച്ചാലോ? എല്ലാവരും താളത്തിലൊന്ന് കൈയടിക്കാം. പണ്ടെപ്പോഴോ ആരോ പഠിപ്പിച്ച ഒരു സാധനമാണ് ഇപ്പോഴും വേറെ നമ്മൾ പഠിച്ചല്ലോ, വേറെ താളം പഠിച്ചാലോ? ഓക്കെ, ഞാൻ ചില അക്ഷരങ്ങൾ പറയും. അക്ഷരങ്ങൾക്കനുസരിച്ച് മാത്രം നിങ്ങൾ കൈയ്യടിച്ചാൽ. ഒരക്ഷരത്തിന് ഒരു കൈയ്യടി. 3 അക്ഷരങ്ങളെ പഠിപ്പിക്കുന്നുള്ളൂ. ത, കി, ദ. അവസരങ്ങൾ ആദ്യം കയറി യാത്ര കൈയ്യടിച്ച് ചായ ആദ്യം കിട്ടുന്നില്ല. മകളെ ഒന്ന് ഹോമോസാപ്പിയൻസ് ഇവിടെ എല്ലാവരും ഹോമോസാപ്പിയൻസ് അല്ലേ? നമ്മളൊക്കെ ഞാൻ പറഞ്ഞത് തെറ്റില്ല, നിങ്ങളെല്ലാം പറയുന്ന ഉത്തരങ്ങൾ ശരിയാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കമ്മ്യൂണിറ്റിനെ മൊത്തത്തിലാണ് പറയുന്നത് അല്ലേ? അപ്പൊ മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും കൂട്ടിയിട്ടാണ് നോക്കിയത് മനുഷ്യൻ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ വേറെ എന്ത് പറയുമ്പോഴും നിങ്ങൾ എല്ലാവരും ഞാൻ ചോദിക്കുന്നത് തികച്ചും ഇൻഡിവിജ്വൽ ആണ് ക്വസ്റ്റ്യൻ. ഹു ആർ യു? ഈ മുമ്പിൽ ഇരിക്കുന്ന ഈ ഒരു വ്യക്തി, ഈ വ്യക്തിയോടാണ് എന്റെ ചോദ്യം. ഓരോരുത്തരോട് ഒരിക്കലും നിങ്ങൾ അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ടാവരുത് നിങ്ങൾ ആരാണ് തിരിച്ചറിയുന്നത്. നിങ്ങൾ അപ്പൻ, അമ്മ, ചേട്ടൻ, ചേച്ചി, അനിയൻ, അനിയത്തി, നാട്ടുകാരും, വീട്ടുകാരും, സ്വന്തക്കാരും, ബന്ധുക്കാരും ഇവരെ ആരെയും നോക്കിയിട്ടായിരിക്കരുത് നിങ്ങൾ ആരാണെന്ന് മനസ്സിലാവുന്നു. ഓക്കെ, ക്ലിയർ? ചോദിക്കാൻ പറഞ്ഞു. ഇങ്ങനെ നിങ്ങൾ മറ്റാരെയും നോക്കാതെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് മാത്രം നോക്കിയിട്ട് നിങ്ങളൊന്ന് കണ്ടെത്തുക. ഹു ആർ യു? ഹു ആർ യു? വർഷം മുമ്പ് ജീവിച്ചില്ലേ? എന്നിട്ട് പറയുന്നില്ല ഹു ആർ യു? നിങ്ങൾ ആരാണ്? 3 ഓക്കെ, 3 കണ്ടോ? എല്ലാവരും ഉണ്ടല്ലേ? 3 വെറും 3 പേര്. ഓക്കെ, ഈ പേരുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങളൊന്നും പറഞ്ഞുതരാം. ഇവിടെ എല്ലാവരും പറയും എണ്ണി പോയത് എത്ര എണ്ണം വരുന്നുണ്ട്. ഓക്കെ, ഒന്ന് എഴുതും. പടം വരയ്ക്കും. പെൻഫൈറ്റ് കളിക്കും. ഞാൻ ഇങ്ങനെ വിളിക്കുക. ഓക്കെ ഓക്കെ, കുലുക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കും. പിന്നെ എല്ലാം പറഞ്ഞു കടിക്കാൻ എന്ത് കിട്ടിയാലും പാലിക്കാൻ കടിക്കുക. ഓക്കെ, കൊള്ളാം. പിന്നെ എറിയാൻ വേണ്ടിട്ട് നമുക്ക് ഉപയോഗിക്കാം. ആ, തൊട്ട് വായിക്കാൻ. ഓക്കെ, പിന്നെ ആ കുട്ടികളെ പ്രാങ്ക് ചെയ്യാൻ ഉപയോഗിക്കാം, പറ്റിക്കാൻ വേണ്ടിട്ട്. പെൺകുട്ടികളൊന്നും വേണ്ടിയില്ല, ഈ പുതിയ ജീവമാണ്. ബുക്ക് മാർക്കായിട്ട് ഉപയോഗിക്കാം. കൊള്ളാം, വെരി ഗുഡ്. കുത്താൻ ചപ്പമാശന്റെ പഠിച്ച് കുത്തുന്നത് കുത്താൻ വേണ്ടിട്ട് ഉപയോഗിക്കാം. പിന്നെ ആ, തോന്നാൻ വേണ്ടിട്ട് ഉപയോഗിക്കാം. ആ, മറ്റൊരാളുടെ മുമ്പിൽ കുത്തി വരയ്ക്കാൻ ഉപയോഗിക്കും. കുത്തി വരയ്ക്കാൻ അങ്ങനെ പറയുള്ളൂ, അല്ല 10% എഴുതുന്നല്ല ഞാൻ പറയാവുള്ളൂ. നിങ്ങൾക്ക് കഴിവ് എത്രയാണോ നിങ്ങൾക്കറിയാം. എത്ര കഴിവുള്ളൂ വേറെ ആർക്കും അറിയാവുന്നില്ല. നിങ്ങളുടെ കഴിവ് എത്രയാണോ അത്രയും കഴിവ് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായി മാർക്ക് ചെയ്യുക, മാക്സിമം മേടിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, നല്ല സ്വപ്നങ്ങളെ കാണുക. പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. മക്കൾ ഒന്ന് ശ്രദ്ധിക്കും, ഇവിടെ ശ്രദ്ധിക്കും, ഒന്ന് ശ്രദ്ധിക്കണം പെട്ടെന്ന്. രണ്ടാമത് നല്ല സ്വപ്നങ്ങളെ കാണുക. എന്താ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്ദുൽ കലാം പറയുന്ന കാര്യമുണ്ട്, നിങ്ങൾ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല, നിങ്ങളെ ഉറങ്ങാതിരിക്കാൻ അനുവദിക്കുന്നതെന്തോ നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാത്തതെന്തോ അതാണ് നിങ്ങളുടെ സ്വപ്നം. അപ്പൊ നമ്മുടെ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ആവാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളായിരിക്കും. നിങ്ങൾ ഇപ്പോ വലുതാവുമ്പോൾ നിങ്ങൾക്ക് എന്താവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കും. നിങ്ങളൊരു ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിന് പറയുന്ന ഒരു രീതി ഇങ്ങനെയാണ്. നിങ്ങൾ ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ഡോക്ടർ എന്നുള്ള ഒരു പൊസിഷൻ മാത്രമല്ല നിങ്ങൾ പറയേണ്ടത്. നിങ്ങൾ പീഡിയാട്രീഷ്യൻ ആണോ, കാർഡിയോളജിസ്റ്റ് ആണോ, യൂറോളജിസ്റ്റ് ആണോ, ഓങ്കോളജിസ്റ്റ് ആണോ, ഒഫ്താൽമോളജിസ്റ്റ് ആണോ, അതെന്താ നിങ്ങളുടെ ടേസ്റ്റ് എവിടെയാന്ന് കണ്ടെത്തി നിങ്ങൾ ആ പൊസിഷനാണ് നിങ്ങൾ പറയുന്നത്. എനിക്ക് പരിചയമുള്ള ഒരു പെൺകുട്ടിയുണ്ട്, അവള് 3ാമത്തെ പ്രാവശ്യം എൻട്രൻസ് പാല് കൊടുത്തു. എങ്ങനെയാണ് പാട്ട് പാടും അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ആട്ടും. ഇങ്ങനെ
ഒന്ന് അറിഞ്ഞോണ്ടിരിക്കുക. നിങ്ങൾ വന്ന് എല്ലാ പിള്ളേരും പട്ടീനെ പഠിപ്പിക്കുന്നതിനും ആദ്യം പഠിപ്പിച്ച വാക്കത്തായിരിക്കും. പട്ടീനെ പഠിപ്പിച്ചു കൊടുത്താൽ ക്രിസ്മസിന്റെ സ്റ്റഡി ലീവ്, ക്രിസ്മസിന്റെ എക്സാമിന് ഒരാഴ്ച സ്റ്റഡി ലീവ് വരും. നിങ്ങൾ എന്ന് പഠിക്കാൻ ഒരാഴ്ച സ്റ്റഡി ലീവ് വരും. തിങ്കൾ ടു ശനി സ്റ്റഡി ലീവ്. നിങ്ങൾ എന്ന് പഠിക്കും. പക്ഷെ പിന്നെ 3 ദിവസം ആകുമ്പോ, പിന്നെ 4 ദിവസം ആകുമ്പോ അവസാനം പരീക്ഷയുടെ ആ തലേന്ന് രാത്രി ഒരു നമുക്കെല്ലാം പിന്നീടാട്ടെ, കുറച്ച് കഴിഞ്ഞിട്ടെ. ഈ മടി എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നമുക്കെല്ലാം ഇച്ചിരി അപ്പുറത്തേക്ക് നീക്കി വെക്കുന്ന ഒരു പരിപാടിയാണ്. നമ്മളെല്ലാം കുറച്ചത് കഴിയുമ്പോഴത്തേക്ക് ട്രെയിനിങ്ങും അതുപോലെ തന്നെ കൗൺസിലിംഗുമാണ് ഞാൻ കൊണ്ട് ചെയ്യുന്നത്. ഇത് ചെയ്യുന്നതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഈ കഴിവുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞാൽ എന്റെ കഴിവിൽ വിശ്വസിച്ചപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ആവാൻ പറ്റിയത്. അല്ല, നിങ്ങൾ ഇപ്പൊ പഠിക്കുന്ന A+B ഇതൊന്നും നിങ്ങൾക്ക് അധിക കാലമൊന്നും ആവശ്യമില്ല. +1 ഹ്യൂമാനിറ്റീസിനെ പോകുന്നെങ്കിൽ ഈ സാധനമേ ആവശ്യമില്ല. ഈ ഓൾജിബ്ര എന്ന് പറയുന്ന സാധനം ആവശ്യമില്ല. എക്സിലൊക്കെ തന്നിട്ട് വൈഡോ വാല്യൂ കണ്ടുപിടിക്കേണ്ട ആവശ്യം ഹ്യൂമാനിറ്റീസ് ആർക്കില്ല. ഒരു നേഴ്സിനെ സംബന്ധിച്ച് ഒരു ത്രികോണത്തിന്റെ 3 ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുന്നവർക്ക് ആവശ്യമില്ല. അവർക്ക് വേണ്ടത് ബേസിക് അഡിക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങളെ സ്വപ്നത്തിലേക്ക് എത്താൻ വേണ്ടി അത് നിങ്ങളെ സഹായിക്കും. നിങ്ങൾ എല്ലാവരും നിങ്ങളെ സ്വപ്നത്തിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം ഇത്രയും നല്ല മനോഹരമായ ക്ലാസ് നമുക്ക് സ്കൂളിന് വേണ്ടി എടുത്തു തന്ന സണ്ണി സാറിന് എന്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുത്ത നിങ്ങൾ ഓരോരുത്തർക്കും സഹപ്രവർത്തകർക്കും ഒറ്റ വാക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.